കൊല്ലം എഴുകോണിൽ പോലീസിനെ വെട്ടിച്ച് വിലങ്ങുമായി കടന്നുകളഞ്ഞ പ്രതി കിണറ്റിൽ വീണു. ഓൺലൈൻ തട്ടിപ്പിലൂടെ 35 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ ശ്രീകുമാറാണ് കിണറ്റിൽ വീണത്. പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും സമയോചിതമായ ഇടപെടൽ കൊണ്ട് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം. ദിലീപ് ദേവസ്യ, പോലീസിനെ വെട്ടിച്ച് കടന്നുപോയ ആളാണെങ്കിലും ഒടുവിൽ ജീവൻ രക്ഷിക്കാൻ പോലീസ് തന്നെ വേണ്ടി വന്നു അല്ലേ? തീർച്ചയായിട്ടും സുധിയ, കഴിഞ്ഞ ദിവസമാണ് പ്രാക്കുളത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് എഴുകോൺ പുളിയറ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് പ്രതി തൃശ്ശൂരിൽ നിന്ന് ഒരു തൃശ്ശൂർ സ്വദേശിയ ഒരാളിൽ നിന്ന് 35 ലക്ഷം രൂപ ഓൺലൈനിലൂടെ തട്ടിയ കേസിലെ പ്രതിയാണ് ശ്രീകുമാർ. ശ്രീകുമാറിനെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു മുരുകദാസ് എന്ന പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി രാത്രി ആയിരുന്നു ഈ പോലീസിനോടൊപ്പം ഇവിടേക്ക് എത്തിയത്. ഈ കൊടുങ്ങല്ലൂർ പോലീസിനോടൊപ്പം എഴുകോണിലേക്ക് എത്തിയത്. ഈ ഭാഗത്ത് രാത്രി സമയത്ത് പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ കിണറ്റിൽ ഒളിച്ചിരിക്കാമെന്ന് കരുതി ആ 2 കാലുകളും കിണറ്റിലേക്ക് ഇട്ട് നിൽക്കുന്ന സമയത്താണ് ഇത് ചവിട്ടാൻ പറ്റാത്ത തരത്തിൽ താഴേക്ക് വീഴുകയും ഉടൻ തന്നെ ഈ ബഹളം കേട്ട് ആ വീട്ടുകാരെത്തി നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ആൾ കിണറ്റിൽ വീഴുന്നത് കാണുന്ന ഉടൻ തന്നെ ആ പോലീസിന് വിവരം അറിയിപ്പിച്ചത്. മഫ്റ്റിയിലുള്ള കൊടുങ്ങല്ലൂർ പോലീസാണ് ഈ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചത്. അപ്പോഴേക്കും ഫയർഫോഴ്സും എത്തിയിരുന്നു. ഫയർഫോഴ്സ് താഴെ ഇറങ്ങി പ്രതിയെ രക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ മറ്റൊരു കേസ് കൂടി, അതായത് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചതിനൊരു കേസ് കൂടി എഴുകോൺ പോലീസ് എടുത്തതിന് ശേഷമാണ് കൊടുങ്ങല്ലൂർ പോലീസിന് പ്രതിയെ കൈമാറിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഫയർഫോഴ്സ് ഇറങ്ങി അത് വലയിട്ടാണ് പ്രതിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും പ്രതിക്ക് ജീവനൊരാപത്തും പറ്റിയിട്ടില്ല സുജയ. ഓക്കെ, എന്തായാലും നന്നായി. പ്രതിയെയും കിട്ടി, പ്രതിയുടെ ജീവനും രക്ഷിക്കാൻ കഴിഞ്ഞു. ദിലീപ് ദേവസ്യയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു.